ഹായ്, ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. രാത്രി ഫുള്ള് മഴയാണ്. രാവിലെ കുളിച്ചിട്ടില്ല, നേരെ അങ്ങോട്ട് പോന്നെ. തണുപ്പുണ്ട്, ഇട്ടൊക്കെ പെട്ടെന്ന്. ഇങ്ങനെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ കുറച്ചാളായിട്ട് മോർണിംഗ് ഡ്യൂട്ടിയാണ്. ഇന്നിപ്പോഴത്തെ പരിപാടിയാണ്. ഇനി എയർപോർട്ട് മൊത്തം ഒന്ന് കണ്ടോക്കാം. ഞാൻ നിൽക്കണ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 4th ഗേറ്റ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അധികം ഇവിടെ തന്നെ, ആകെ 2 ഫ്ലൈറ്റ് ഉള്ളൂ. അത് ഇവിടെ ഇടാം. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതൊരു എയർപോർട്ടിൽ പോയാലും അവിടുത്തെ കൾച്ചറിൻ്റെ പരമായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ കൊച്ചിയായാലും കോഴിക്കോടായാലും അവിടുത്തെ ഓരോ എയർപോർട്ട് അവിടെ എന്താണോ അവിടുത്തെ കൾച്ചറില്ല അവിടെയൊക്കെയാണ്. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ ഓരോ കൾച്ചറിൻ്റെ പരമായിട്ടുള്ള പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്ന് ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇവിടെ നിന്ന് തായിൻ്റെ കുറേ. പിന്നെ അറൈവൽ സീറ്റിൽ പിന്നെ നല്ല രസമുള്ള ഈ മറ്റേ എന്താ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഫ്ലോർ ഏരിയയാണ് ഇതൊക്കെ. നമ്മളെ അത്രക്ക് തോന്നുന്ന ഷോപ്പുകളൊന്നുമില്ല. അടിയിലാണ്, അണ്ടറിലാണ് കുറേ ഷോപ്പുകളൊക്കെ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് കൃഷ്ണ സ്വീറ്റിൻ്റെ ഒരു ഷോപ്പാണ്. താഴത്ത് വലിയ ഷോപ്പുണ്ട്. ഇതാണ് അറൈവൽ സൈഡ്. ഉണ്ടോ അവിടെ ഒരു ആനയൊക്കെ ഉണ്ട്. അതാണ് ഓരോ കൾച്ചറിൻ്റെ ആയിട്ടുണ്ട് അങ്ങനെ വെക്കണതാണ്. ഇങ്ങനെ ജല്ലിക്കെട്ടിൻ്റെ ഒരു ഇതായിട്ടുണ്ട് അവിടെ. ഇതാണ് ഞാനെപ്പോഴും പറയാനുള്ള കൃഷ്ണ സ്വീറ്റ്സ്. ഇവിടെ നല്ല സ്വീറ്റ്സുകൾ കിട്ടണ ഒരു ഷോപ്പാണ്. ഇവിടെ നിന്നാണ് സ്വീറ്റ്സുകളൊക്കെ വാങ്ങല്. നല്ല വെറൈറ്റി അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്സുകൾ കിട്ടണ ഒരു ഷോപ്പാണിത്. ഇതാണ് ബാർ സൈഡ്. അപ്പുറത്ത് റെസ്റ്റോറൻറ്റും ബാർ സൈഡും. ബ്ലാക്ക്ബെറി ഓക്കെ അച്ഛാ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എല്ലാ മാസം പോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കലൊന്നും നടക്കുന്ന പരിപാടിയല്ല. പേര് കണ്ട അടുത്ത് മിന്നും. എൻ്റെ അടുത്തല്ല ഓരോണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അതുകൊണ്ട് എല്ലായിടത്തും പോയി ഫോട്ടോ എടുക്കുന്നത് ശരി, വീഡിയോ എടുക്കുന്നത് ശരിയല്ല. പറ്റണോടത്തും അങ്ങനെ എടുക്കാൻ പറ്റായിന്നല്ല, എന്നാലും എടുക്കാൻ അങ്ങനെ പോകും. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഏതായാലും വെറുതെ ഇരിക്കുക. ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ 11:30 ഫ്ലൈറ്റ്. പക്ഷെ അത് താഴേക്കരം. ഇത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഇങ്ങോട്ടാകെ കുറച്ച് ഫ്ലൈറ്റ് ഉള്ളൂ ഇടുക. അത് മഴ ഉണ്ടെങ്കിൽ ടൈമിലുള്ളൂ കൂടുതലും ഇടുക. അല്ലെങ്കിൽ ആകെ 1-2 ഫ്ലൈറ്റ് പകല്. ഉച്ചക്ക് ഉണ്ടാവും ഒരു 3 ഇവിടുത്തെ ATC ടവർ. അവിടെ എന്തൊക്കെ പണി നടന്നു. ATC ടവർ ഇപ്പോൾ ഉബൂല നിൽക്കണ ഇതിലാണ് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കോയമ്പത്തൂർ അത്രയ്ക്ക് വലിയ എയർപോർട്ടൊന്നുമില്ല, ചെറിയ എയർപോർട്ടാണ്. വലിയ ബിസിനസ് എയർപോർട്ടൊന്നുമില്ല. ഡെയിലി ഒരു 20 ഫ്ലൈറ്റ് അവിടുന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ബൈ.